നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചറെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതിലേക്ക് ഉണ്ടാക്കാൻ പോണത് ഇതിലേക്ക് ഉണ്ടാക്കി ഇതൊക്കെയാണ്. നമുക്ക് പച്ചടി, ചീര പരിപ്പ് വേവിച്ച് അതിൽ ഉള്ളി മുറിച്ചു, ചെമ്മീൻ, അതായത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി, ചോറ്, പയർ ഉപ്പേരി, പച്ചപ്പയർ ഉപ്പേരി, മാങ്ങ അച്ചാറ്, പപ്പടം. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ലഞ്ച്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ കുക്കർ അടുപ്പിൽ വെച്ചു. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാ ഒന്ന് വാർത്തെടുക്കണം. പക്ഷേ വടിമട്ടയായ കാരണം നല്ല വേവാ. അപ്പം തന്നെ കുക്കറിൽ തന്നെ വെച്ചു. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ, വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അരി നിർത്താട്ടോ. അപ്പം അരി പെട്ടെന്ന് കലാവും. മനസ്സിലായത്? പരിപ്പ് വെള്ളത്തിലിട്ടിരിക്കണം. പരിപ്പ് ഇതാ മറ്റേ കുക്കറിൽ വെക്കാൻ പോവാ. പരിപ്പും ചീരയാണ് ഇന്നത്തെ കൂട്ടാൻ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പരിപ്പിട്ടു, ഇനി മഞ്ഞപ്പൊടി ഇട്ടു, ഇത്തിരി മുളക് പൊടി ഇടാം. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് പരിപ്പ് വെക്കുക. പരിപ്പ് ഒന്ന് സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീര ഇടാം. കൂടെ ചീര ഇടണ്ട. ഇതാ ഞാൻ അടച്ചു. ഇത് കുക്കറിൽ വെച്ചു. ഇനി ചെറിയ അടുപ്പിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് ഉള്ളി ഇടുക. ഈ പയറുപ്പേരിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാ ഉള്ളി ഇട്ടു. ഉള്ളി നല്ലോണം മൂക്കട്ടെ. പച്ചമുളക് ഇട്ടു കേട്ടോ. മൂന്ന് അടുപ്പിലും 3 ഗ്യാസ് അടുപ്പ് സ്റ്റൗകളിലും സാധനങ്ങൾ വെക്കണം. അതാണ് അതിൻ്റെ ആവശ്യം. ഇതാ ഇവിടെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ. പച്ചടിക്ക് കുക്കുംബർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ തൈര് ഒഴിച്ചു. നല്ല പോലെ ഇളക്കിയിട്ടാ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇട്ട് നല്ല പോലെ ഇളക്കണം. ഇനി അത് കഴിഞ്ഞത് അവിടെ ഉള്ളി ചുമന്ന് തുടങ്ങി. ഒരു തരി ഉപ്പ് വേണമെങ്കിൽ അതിലിടാം. അത് ഓർക്കണം ഉപ്പിടണത്. അത് കഴിഞ്ഞ് ചീര എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ തിളച്ചപ്പോൾ സ്റ്റീം വരുന്നതിന് മുമ്പ് ചീര അതിലിട്ട് ഇത് അടച്ചു. എന്നിട്ട് വെയിറ്റ് ഇട്ടു കേട്ടോ. ഇവിടെ പയറിട്ടു. ഉള്ളി മൂത്തപ്പോൾ പയറിട്ടു. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇത്തിരി ഉപ്പിട്ടു. മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതാ ഇവിടെ ഇപ്പുറത്ത് കുക്കറിൽ ചോറിൽ നോക്കൂ. ഞാൻ വെയിറ്റ് ഇട്ടു. വെയിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് വെയിറ്റ് ഇട്ടു. നല്ലോണം വേവട്ടെ. ആ വടിമട്ടയ്ക്ക് ഭയങ്കര വേവാ. അത് കാരണം കൊണ്ട് അത് ഉപ്പേരി നല്ലോണം ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. സിമ്മിലിട്ട് ആ ലൈറ്റ് തീയിൽ വെന്തെടുക്കണം. എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അടച്ചു വെച്ചു ഞാൻ. ഇനി നെക്സ്റ്റ് പച്ചടിക്കുള്ള കൂട്ടണം കേട്ടോ. മിക്സി എടുത്തു. മിക്സിയിൽ ഇതാ ഒരു പിടി നാളികേരം ഇട്ടു. കുറച്ച് നാളികേരം, 2 കഷ്ണം പച്ചമുളകും ഇട്ടു, 1 കഷ്ണം ഇഞ്ചി ഇട്ടു. തൈര് ഒഴിച്ചു. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അതിൽ അതൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തു. അതിന് കഴിഞ്ഞിട്ട് അരഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ടത്. പച്ചടി ആകുമ്പോൾ കടുക് ഇടണം കേട്ടോ. പച്ചടിക്ക് കടുകിടാതെ നിർത്തിയില്ല. അതുകൊണ്ട് ഒന്ന് നടത്തി. പച്ചടി തയ്യാറായി. പച്ചടി ഇതാ പാത്രത്തിൽ ഒഴിച്ചു. ഇനി അതിൽ കടുക് വറുത്തിടണം. കടുക് കിടക്കണമുണ്ടോ? കടുകൊന്ന് അരഞ്ഞൊന്ന് ചതച്ചെടുക്കാനേ പാടും. പച്ചടി കാലായി. ഇനി നെക്സ്റ്റ് കടുക് വറുത്തിടണം. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ഉപ്പില്ല കേട്ടോ. ഉപ്പിടണം തോന്നുന്നു. ഉപ്പ് കുറവാ തോന്നുന്നു. ഇതവിടെ ഉപ്പേരി കലായി. ഉപ്പേരി ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുക. കടുക് വറുത്തണം. പച്ചടിയിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. 1 മുളകിൻ്റെ കഷ്ണം പൊട്ടിച്ചിട്ടു. 2 കറിവേപ്പില ഇട്ടു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി പച്ചടിയിലിട്ടു. എന്താ ഭംഗി നോക്കും. നല്ല പച്ചടി തയ്യാറായി. പയറുപ്പേരി തയ്യാറായി. എല്ലാം തയ്യാറായി കേട്ടോ. ഇനി നമുക്ക് ചോറിൻ്റെ ഉപ്പ് കുറവുണ്ടായിരുന്നു. ഉപ്പിട്ടു കേട്ടോ. നല്ലോണം ഇളക്കണം. ഉപ്പിട്ട കാരണം കൊണ്ട്. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഉപ്പിട്ടത്. ഉപ്പ് നല്ലോണം ഉപ്പ് നോക്കുക. ഉപ്പ് കുറവ്. ഉപ്പ് ശരിയായി. പയറുപ്പേരി ഇതാ പാത്രത്തിലേക്ക് പകർന്നു. ബൗളിലേക്കാക്കി, കട്ടോരിയിലേക്കാക്കി. നെക്സ്റ്റ് പച്ചടി ഒരു കട്ടോരിയിൽ ആ പാത്രത്തിലാക്കണം. ചീര നോക്കൂ. നല്ല കട്ടയായിട്ട് വെന്തിരിക്കണു. വെള്ളം കുറവാണ്. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ആഡ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളമുണ്ട്, അതാണ് ഞാൻ ആഡ് ചെയ്തത്. പച്ചവെള്ളം ചെയ്യരുത്. 2 പച്ചമുളക് അതിലിട്ടു. മുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൽ. നെക്സ്റ്റ് നമുക്ക് ഉള്ളി മൂപ്പിക്കണം. നാളികേരം ഒന്നും ചേർക്കണില്ല. വളരെ ഈസി കൂട്ടാനാണ് കേട്ടോ. നോക്കൂ. ഇനി അതിൽ ഞാൻ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മൂപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മൂത്തപ്പോൾ അതിൽ ഉള്ളി ഇട്ടു. ഉള്ളി ഇത്തിരി നല്ലോണം ഇട്ടോളൂ കേട്ടോ. സബോള ചെറിയ ഉള്ളിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. സബോളയാണ്. അതൊക്കെ അല്ലേ ഈസി.
കുഴപ്പമൊന്നുമില്ല. സബോളയ്ക്കും ഗുണമുണ്ട്, ചെറിയ ഉള്ളിയുടെ ഗുണമില്ലെങ്കിലും ഏതാണ്ടൊക്കെ ഉണ്ട്. ഇതാ ഉള്ളി മൂത്തു ഇട്ടു, അതിൽ ഒരു ലേശം ഉപ്പിട്ട് ഇടണം, അപ്പം എളുപ്പം മൂത്ത് കിട്ടും. ഇതാ അത് കഴിഞ്ഞു. ഇതാ നല്ല പോലെ ഇളക്കിലാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. നല്ല പോലെ ഇളക്കി, വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ ചേർക്കാം, വലിയ കുഴപ്പമില്ല, വെള്ളം ഇത്ര മതി. ചീരക്കൂട്ടാൻ കലായി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇതാ ചോറ് ഇവിടെ വെന്തു, ചോറ് വാർക്കട്ടെ കേട്ടോ. ചോറ് വാർക്കാൻ വെച്ചു, വാഷർ ഊരി ഇതങ്ങനെ വെച്ചു. എത്ര ഈസിയാന്ന് അങ്ങനെ വാർക്കുമ്പോൾ. നെക്സ്റ്റ് ഇനി നമ്മുടെ പുതിയ ഐറ്റം, ഇന്നത്തെ ഇതാണ് നമ്പർ 1 ഐറ്റമാണ്. അത് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ എടുത്തു, അതിനെ കഴുകി. എനിക്ക് വലിയൊരു ആഗ്രഹം, ഇത് കഴിച്ചു നോക്കണമെന്ന് കഴിച്ചിട്ട്. ഞാൻ കുറേ നാളായി കഴിച്ചിട്ട്. നമ്മുടെ അവിടെ ഒരാൾ കഴിക്കില്ലല്ലോ, അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര സ്മെല്ല് അതിന്, എന്നാലും നല്ല ടേസ്റ്റാണ്. ഞാൻ വെളിച്ചെണ്ണ വെച്ചു, ഫ്രൈങ് പാൻ ചൂടാക്കി, ചെമ്മീൻ കഴുകി അത് അതിൽ നല്ല ക്ലീൻ ചെയ്ത് അതിലിട്ടു എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കി നല്ല ക്രിസ്പായിട്ട് കിട്ടണം. ക്രിസ്പി ആയിട്ട് ചെമ്മീൻ കിട്ടിയാലേ ആ ചെമ്മീന് ടേസ്റ്റ് വരില്ല. അതിൽ കറിവേപ്പില ഇട്ടു, ആ മണം പോകാൻ വേണ്ടിയിട്ട് ആ കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ടു കേട്ടോ. കറിവേപ്പില, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇല്ല, അത് കാരണം സബോള ഇട്ടു, പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു, എല്ലാം ഇട്ടിട്ടൊന്ന് വറക്കാം. വെളിച്ചെണ്ണയിൽ വറക്കാം. അധികം വെളിച്ചെണ്ണയിൽ ഒഴിക്കണ്ട, കുറച്ച് നോൺ സ്റ്റിക്കല്ലേ, കുറച്ച് കറിവേപ്പില ഇടുക, വറുത്ത് ഇനി കുറച്ച് ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടുക. ഇനി മുളക് ഇടില്ല, ഞാൻ മുളക് പൊടി ഇടണം. മുളക് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു, മുളക് ഇടുമ്പോൾ ആദ്യം ഇടണമായിരുന്നു, അത് മറന്നുപോയി. അത് കാരണം കൊണ്ട് മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. തവണ മുളക് പൊടി അത് ധാരാളം. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. ഇനി അത് വാങ്ങിച്ചു, എല്ലാം നല്ല ചൂടാറാൻ വെക്കണം. ഞാൻ ഫാനിൻ്റെ കീഴെ വെച്ച് ചൂടാറ്റി പൊടിക്കണം. ഒന്ന് തരുന്നതിനെ പൊടിച്ചെടുക്കണം. പൊടിച്ചു, അതിൽ ഉപ്പില്ലേ നോക്കണം. നല്ല രസമുണ്ട്, ഭയങ്കര ടേസ്റ്റാട്ടോ അതിന്. ഇതാ ഊണ് തയ്യാറാക്കി നോക്കൂ. ചോറ്, ചീരയും പരിപ്പും കൂട്ടാൻ, ചെമ്മീൻ ചമ്മന്തി, പച്ചടി, പയറുപ്പേരി, അച്ചാറ്, പപ്പടം. പപ്പടം കേട്ടോ. ഇതെല്ലാം തയ്യാറായി വിതിൻ 30 മിനിറ്റ്സ്. വിശ്വസിക്കുമോ നിങ്ങൾ? ചോറ് പിന്നെ തിളപ്പിച്ച് വെച്ചിരുന്നു, ബാക്കി എല്ലാ സാധനങ്ങളും ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. എത്ര എളുപ്പമായിട്ടാണ് ഉണ്ടാക്കിയത് നോക്കുമെന്ന്. ഞാൻ ചോറ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ലഞ്ച് തയ്യാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ലഞ്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഈസി ആയിട്ട് ലഞ്ച് ഇങ്ങനെ ഉണ്ടാക്കുമോ, അത് മാത്രമേ എൻ്റെ അപേക്ഷ.